ആ ഒരു ഫോട്ടോ എടുത്തോ. ആ ഫോട്ടോ എടുത്തു. അല്ല കൂടി കുറച്ച് വെള്ളം കിട്ടിയപ്പോ തന്നെ കുടിക്കായിരുന്നു. പിരിച്ചൊരു പെണ്ണാളെ എന്നെ മധുരൊരുപ്പിച്ച പെണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളെ പെണ്ണാളെ എന്നെ കിടക്കുന്ന കരളിൽ മുഹബത്തിനൊരുപ്പിച്ച പെണ്ണാളെ എന്നെ കൊടുക്കിലമേഘം പാഠപുസ്തകത്തിൽ മഴി പിലി വെച്ച് കൊണ്ട് പിലി വെച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ അവിടുത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യം പ്രശ്നമാണ്. പക്ഷെ ഇവര് പറയുന്നതിനകത്ത് ന്യായം ഉണ്ടോ ചോദിച്ചാൽ ഇവര് പറയുന്നതിനകത്ത് ന്യായം. അതെ. തീരുമാനം എന്തായി? തീരുമാനം അത് തന്നെ തീരുമാനം. നല്ല തീരുമാനം. രഞ്ജിത്ത്, ഷബീബ്, ഷാനവാസ്. 1992 ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കളിയായിരുന്നു. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഓന് പറയാനുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊല്ലാണ് കൊടുത്താ കൊല്ലത്തും കിട്ടും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനെന്നൊരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഒരു ഫുഡ് അല്ല, ഒരു ട്രാവലാണ്. കാരണം ട്രാവൽ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ട്രാവൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്ന് മാത്രമല്ല. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു യാത്രയിലാണ്. എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ്. എൻ്റെ സൗദി അറേബ്യയിലെ അവസാനത്തെ യാത്രകളാണ്, അവസാനത്തെ ദിവസങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജിദ്ദയിലുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. നിങ്ങൾ ഈ ജേഴ്സി വന്നിട്ടുണ്ടാവും, JICC ജിദ്ദ ഇന്ത്യൻ ക്രിക്കറ്റ് ക്ലബ്. അതായിരുന്നു നമ്മുടെ JICCയുടെ ഒരു ഫുൾ ഫോം. ഏകദേശം 8 വർഷത്തോളമായി നമ്മൾ ഈ ഒരു ക്ലബ്ബ്. ഞാൻ 1 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ക്ലബ്ബിൽ. ഞാൻ കളിക്കാൻ ഇറങ്ങാറില്ല, പക്ഷെ എന്നിരുന്നാലും കളി കാണാനും അവരെല്ലാം സപ്പോർട്ട് ചെയ്യാനൊക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അസ്ലം. അവൻ ത്രൂ ആണ് ഞാൻ ഈ ഒരു ഫാമിലിയിൽ ഞാനൊരു മെമ്പറായത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഞാൻ ഈ ഒരു ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഒരിക്കലും ജാതി, മതം, രാഷ്ട്രീയം, പിന്നെ ജെൻഡർ അങ്ങനത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ സംസാരിക്കില്ല. ഒരൊറ്റ കാര്യം, അതായത് ക്രിക്കറ്റ്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇങ്ങനൊരു ഫാമിലി തന്നെ ഏകദേശം 150+ മെമ്പേഴ്സ്, പ്ലെയേഴ്സായിട്ട്, സപ്പോർട്ടേഴ്സായിട്ട്, അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകളായിട്ടുണ്ട്. അപ്പോൾ അത് മിസ്സായി. കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ JICC ആണ്. ആൻഡ് ഇതൊരു ഫൈനൽ മാച്ചാണ്. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫാമിലിയുടെ ഭാഗമാകാൻ. കാരണം നിങ്ങൾക്ക് എല്ലാവരും പ്രവാസം എന്ന് പറഞ്ഞാൽ എത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രാംബ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ്. അതിലൊക്കെ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടാനും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാനാണ്. കേരളത്തിലുടനീളം കണ്ണൂർ തൊട്ട് നമ്മുടെ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരും നമുക്ക് ഈ ഒരു ഇതിലുണ്ട്. അതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. സോ നമുക്ക് നമ്മുടെ ഈ വാഹനം എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മറ്റുള്ള ആളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. സോ എല്ലാവർക്കും മോട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ JICC എന്താണ്, അപ്പോൾ JICCയുടെ മറ്റു കാരണങ്ങളൊക്കെ നമ്മുടെ ലുലുബായ് നമ്മോട് പറഞ്ഞിരുന്നതാണ്. സോ ലുലുബായ് പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ കൂടുതലും ഓട്ടോ ഫ്രെയിമിൽ വ്യത്യസ്ത നല്ല ടൈമിംഗ്.
ഫ്രെയിം യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്നൊരു വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കുന്നത്. അതെ, കാര്യം എന്ന് വെച്ചാൽ പ്രവാസ ലോകത്തെ ക്രിക്കറ്റ് കളി, അതും നമ്മളെ നാട്ടിനേക്കാൾ വീറും വാശിയോടുകൂടി ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മളെ ജിദ്ദയുടെ മധ്യത്തിൽ ഫ്രെഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ നടത്തുന്ന ഒരു കളിയാണ്. അപ്പോൾ അത് നമ്മളെ സാധാരണ വ്യത്യസ്തമായ കാറുകളും ലക്ഷറി കാറുകളും ഒക്കെ ചെയ്യണ നമ്മുടെ ഷിജ, നമ്മൾ ഈ ക്രിക്കറ്റ് നമ്മൾ ഈ കളിയോടുള്ള ഇൻട്രസ്റ്റും പാഷനും കാരണം വീണ്ടും ഒരു പ്രവാസ ലോകത്ത് നിന്നുള്ള ക്രിക്കറ്റ് കളി, അതും ഇതൊരു ഫൈനൽ മത്സരമാണ്. കുറച്ച് പറയാനുള്ളത് കാരണം വെച്ചാൽ ഞാൻ ഇൻട്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ സുഹൃത്ത് അസ്ലം ത്രൂ ആണ് ഈ ഒരു ടീമിലെത്തിയത്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. ട്രാവൽ എന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലം പോയി കാണുക എന്നല്ല, ഒരുപാട് ആളുകളെ പരിചയപ്പെടുക, അവർ ത്രൂ അവരുടെ ജീവിതങ്ങൾ പഠിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു JSCC ഞാനും ഒരു അംഗമായത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ ഈ ഒരു JSCCയുടെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് തുടങ്ങി എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ. നമ്മളെ ശരിക്കും നമ്മളെ പാഷനുകളൊക്കെ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾ ഒരു കൂട്ടം നമ്മുടെ സുഹൃത്തുക്കൾ ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് രൂപീകരിച്ചപ്പോൾ നമ്മൾ നീണ്ട ഒരു 7-8 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നെന്നും അത് ഓരോ വർഷം കൂടുമ്പോഴും അതിൻ്റെ പ്രകടനവും അതിൻ്റെ മാറ്റം കൂടുന്നു എന്നുള്ളത് ശരിക്കും നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാര്യം നമ്മുടെയൊക്കെ അതിൻ്റെ ഒരു ഉള്ളിലുള്ളൊരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഒക്കെ ആയിരിക്കും അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോ ഇത് തുടങ്ങിയത് 8 വർഷം മുമ്പോ, ഏകദേശം 7-8 വർഷം മുമ്പാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഫോട്ടോ കണ്ടിരുന്നു. JSCയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ. ഓക്കെ, ഇപ്പൊ എത്ര പേരുണ്ട് ഈ ഒരു ഇതിൽ? നമ്മളെ ഈ JSCC പ്ലേയേഴ്സ് അല്ലെങ്കിൽ നമ്മളെ മുൻ പ്ലേയേഴ്സ് അഭ്യുതകാംക്ഷികൾ എല്ലാം കൂടെ ഉൾപ്പെടെ നമ്മളൊരു ക്ലബിലൊരു 100-150ഓളം പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാവരും അടക്കം പണ്ട് നമ്മളെ കൂടെ കളിച്ചു തുടങ്ങിയ ആളുകളാണ്. പിന്നെ ഒരു പ്രായം എത്തിയപ്പോൾ കളി നിർത്തിയത്, കളി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ അഭ്യുതകാംക്ഷികൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 100-150ഓളം ആളുകൾ JSCCയിലൊരു കുടുംബാംഗമാണ്. അപ്പോ എന്തായാലും നമുക്ക് ഫൈനൽ മാച്ച് എന്താവുന്നതൊക്കെ നോക്കാം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. On your thighs. രീതിയിൽ നിന്നാൽ മതി. ഒന്ന് പോയാൽ പോട്ട് പോയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്തതിലേക്ക്, അതായത് ഇപ്പോൾ ഒരു ക്യാച്ച് ഒക്കെ മിസ് ആയി കഴിഞ്ഞാൽ ആകെ ഡെസ്പായി നിൽക്കരുത്. ഫൈനലാണ്. ഞാൻ പ്രത്യേകിച്ച് പായസമുണ്ട്, പൈസ അങ്ങനത്തെ ഒരു ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഹസൻ, അനീഷ്, യാസർ, സാജിദ്, സുബൈർ, വഹാബ്, അഷ്കർ, ഷമീർ, നിഷാദ്, ഇർഫാൻ, സോറി മജീദ്, റിയാസ്, അജ്മൽ, സിറാജ്, സഫാൻ, വിർഷ, അർഷദ്, ഫായിസ്, ഉസ്മാൻ, അഹദ്, ഷമീർ, അസ്ലം, നുമാൻ, അൻവർ, ജസീം, രഞ്ജിത്ത്, ഷബീബ്, ഷാനവാസ്. Zubair Bobby.
മനോഹരമായ ഒരു ഷോട്ട്. 1992 ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കളിയാണ്. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഓന് പറയാനുള്ളത് നമ്മുടെ JCC ഇന്നത്തെ നിലയിലെത്താൻ വേണ്ടി വളരെയേറെ പരിശ്രമിച്ച് JCCയുടെ ഫൗണ്ടർ മെമ്പറിൽപ്പെട്ട ഒരാളാണ്. നമ്മുടെ JCCയുടെ മാനേജർ കൂടിയാണ്. അപ്പോൾ ഷാനവാസ് എന്താണെന്നുള്ളത് സംസാരിക്കുന്നതാണ്. നമ്മുടെ JCC തുടങ്ങിയിട്ട് ഇപ്പോൾ 7-8 വർഷമായി. അപ്പോൾ ഈ യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? JCCയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഫാമിലി പോലെ കൂട്ടായ്മ പോലെ തുടങ്ങി കളികൾ വിപുലീകരിച്ച് നമ്മൾ ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ നിലവിൽ കളിക്കുന്ന എല്ലാ ടൂർണമെൻറ്റും നമ്മൾ ഏത് ടൂർണമെൻറ്റ് കളിക്കുന്ന ആ ടൂർണമെൻറ്റിലെല്ലാം നമ്മൾ ചാമ്പ്യൻസ് അല്ലെങ്കിൽ റണ്ണേഴ്സ് നമ്മളെന്തായാലും ഫൈനലിൽ എത്താറുണ്ട്. എങ്ങനെയൊക്കെയായാലും നമ്മളൊരു ലക്കാണ് ഫൈനലിലേക്ക് നമ്മളെ കളിയുടെ ഊർജം പകർന്ന് നമ്മൾ ഫൈനലിലെത്തും. ഇൻഷാ അല്ലാഹ് നമ്മൾ കപ്പുകൾ അടിക്കും. ഇതുവരെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കളിച്ച എല്ലാ ടൂർണമെൻറ്റുകളും അത്യാവശ്യം നമ്മൾ നാട്ടിൽ കൊല്ലം. അതെ അതെ. പേര് ഉസ്മാന്. JCCന്റെ തുടക്കകാലത്തില്ല, പക്ഷേ JCC ഒരു ടൂർണമെന്റിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം തൊട്ട് സജീവ സാന്നിധ്യമാണ്. ഞാൻ നാട്ടില് താനൂർ. പേര് അലി ഉസ്മാൻ താനൂർ. ഞാൻ ക്രിക്കറ്റ് ഹീറോസിൽ താനൂർ എന്നുള്ള എൻ്റെ നാടാണ്. അപ്പോൾ JCCന്റെ ഭാഗമായാല് ഇത്രയും നാൾ ഏതാണ്ട് തോന്നുന്ന ഒരു 5-6 കൊല്ലത്തിലധികം ഈ യാത്ര തുടങ്ങിയിട്ട് നമ്മൾ ഈ ടൂർണമെന്റുകളൊക്കെ തുടങ്ങിയ ആ സമയം തൊട്ട് തന്നെ നമ്മളെല്ലാം ഈ യാത്രയിൽ പങ്കാളിയായാൽ ഭയങ്കര സന്തോഷവാനാണ്. നമ്മളെ എല്ലാ ടൂർണമെന്റുകളിലും നമുക്ക് വിജയത്തിന്റെ ഒരു പാതയിലേക്ക് നയിക്കാൻ ഉസ്മാന്റെ ഒരു കൈത്താങ് ചെറുതല്ല വലിയൊരു കൈത്താങ് നമുക്ക് എപ്പോഴും നൽകാറുണ്ട്. ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ നൽകാറുണ്ട്. അപ്പൊ കളി കളിന്റെ നടക്കോന് അപ്പൊ കളിയില്ല എന്തേലും പറഞ്ഞു കച്ചറല്ല നമുക്ക് വേറെ പ്രശ്നം ചെറിയൊരു തർക്കം, ഒരു റണ്ണൗട്ടില്ലേ. ഒരു കളി ചാൻസ് ഒരു 7ാമത്തെ വിക്കറ്റ് നമ്മുടെ ഫൈനലിന്റെ സകല മനോഹരതയും കഴിഞ്ഞ കവന പൊളിക്കരുത്. ഈ പ്ലേയേഴ്സ് നമ്മുടെ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഫ്യൂച്ചർ 8ന്റെ ജോലികൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു. ഈ ഫൈനലിന്റെ ഈ കളി നിലവിലെ ആവശ്യമാണ്. അല്ല പോകല്ലേ അവര് പറയൂ. അതനുസരിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഒരു പ്രോപ്പർ ക്രിക്കറ്റിംഗ് റൂളാണ്. കളിച്ചില്ലെങ്കിൽ ഫൈനൽ ഒരു നഷ്ടം മാത്രമല്ല അടുത്ത സീസൺ അമ്പയറുടെ കോളില്ലാതെ ഒരു ബാറ്റ്സ്മാൻ പുറത്തു പോയാലും ബോളർ പിടിച്ച് സ്റ്റംപ് ചെയ്തു. ഇതായിപ്പോ ഉണ്ടായത്. അമ്പയർ ഓവർ വിളിച്ചിട്ടില്ല. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ക്രീസിൽ നിന്ന് പുറത്തു പോയി. അപ്പോൾ ബോളർ പിടിച്ച് സ്റ്റംപ് ചെയ്തു. അമ്പയർ കോളിംഗ് ഇല്ലാതെ പുറത്തു പോയി കഴിഞ്ഞാൽ ഔട്ടാത്. ഓക്കെ, ഇതായിപ്പോ ഉണ്ടായത്. അമ്പയർ ഔട്ട് വിളിച്ചു. അമ്പയർ ഔട്ട് വിളിച്ചു, റൺഔട്ട് വിളിച്ചു. റീകോളിങ്ങിനാണ് അവർ പറയുന്നത്. ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ,
എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. ഫൈനൽ മറ്റൊരു കളിയിൽ ഒരു കാണിക്കുന്ന വെച്ചാല് അങ്ങനെയല്ല, പിന്നെ അമ്പയർ കോള് മാനിക്കണം, ഫൈനലിനെ മാനിക്കണം, അമ്പയേഴ്സിനെ മാനിക്കണം. ടൂർണമെന്റിലെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കിയത് കാണികൾക്കിടയിലും ഗ്രൗണ്ടിലും അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതായത് ഇവര് രണ്ട് കാര്യങ്ങളാണ്. ഒരു മനോഹരമായ ഒരു ഫൈനൽ നടക്കുകയാണ്. ഫൈനലിൽ അമ്പയേഴ്സിന്റെ ഡിസിഷനെ നമ്മൾ മാനിക്കണം. ഈവൻ നമ്മുടെ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, അവരുടെ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, അമ്പയേഴ്സ് കോള് മാനിക്കണം. ഫൈനലിൽ വരുന്ന കളിയിൽ വാക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ മോശമായ ഒരു പ്രവണതയായിരിക്കും. അത് അവർ ചെയ്യുന്ന വലിയൊരു മോശമായ ഒരു പ്രവണത. ഒരു ഫൈനലാകുമ്പോൾ ഇറങ്ങുന്ന പ്ലേയേഴ്സിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് അമ്പയർ കോൾ ചെയ്യുന്നവരെ ഓനാടെ ഗ്രീസിൽ തന്നെ നിൽക്കണമായിരുന്നു. അതായത് ഒരു ഫൈനൽ കളിക്കുമ്പോൾ ബാറ്റിങ്, ബോളിങ്, ഫീൽഡിങ് ഇതിലൊക്കെ സീരിയസ്നെസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലീഗലി ഒരു മിസ്റ്റേക്കും ഇല്ല, കാരണം അമ്പയർ ഓവർ വിളിച്ചിട്ടില്ല. ഇപ്പോൾ ആ ബോള്, ആ പാസ് ചെയ്ത ബോള് മിസ്സായെങ്കിൽ ഈ പറയുന്ന രണ്ട് ബാറ്റ്സ്മാൻമാർ അത് ഓടി റൺ എടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് വിക്കറ്റ് ആയപ്പോഴാണ് അവർക്ക് ഒരു അപ്പം അതൊന്നും ഒരു ശരിയായ പരിപാടിയില്ല. അമ്പയർ കോള് അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇത് ഒരു വളരെ മോശപ്പെട്ട പ്രവണതയാണ്. വാക്ക് ഓവർ ആയ ഞങ്ങൾക്ക് സങ്കടമാണ്. ഞങ്ങൾക്ക് ജയിച്ച് അടിച്ച് കളിച്ച് ജയിച്ചിട്ട് തന്നെ കപ്പടിക്കും. ഇവിടെയുള്ള ഏത് ടൂർണമെന്റിലും കാറ്റിന്റെ ഗതി അനുസരിച്ച് ടോസ് ഇടുന്ന ഞങ്ങളുടെ പ്രഗത്ഭനായ നുമാൻ എന്നാ പറഞ്ഞു. രണ്ടു ഓത്തുപള്ളിയിലന്നു നമ്മള് പോയിടുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. പാഠപുസ്തകത്തിൽ മഴി പിലിവച്ച് കൊണ്ട് പിലിവച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ അവിടുത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യം പ്രശ്നമാണ്. പക്ഷെ ഇവര് പറയുന്നതിനകത്ത് ന്യായം ഉണ്ടോ ചോദിച്ചാൽ ഇവര് പറയുന്നതിനകത്ത് ന്യായം. അതെ. അപ്പൊ തീരുമാനം എന്തായി? തീരുമാനം അത് തന്നെ തീരുമാനം. നല്ല തീരുമാനം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പറഞ്ഞല്ലോ, നമ്മുടെ JCC പ്ലേയേഴ്സ് മാത്രമല്ല, ടീമിന് വേണ്ടിയുള്ള അനുഭാവികൾ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ജീവന തുല്യം സ്നേഹിക്കുന്ന കുറേയധികം ആളുകളുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരാൾ ആണ് നമ്മുടെ കമർ ഭായ്. പുള്ളി റിയാദിൽ നിന്ന് വന്നതാണ്. പിന്നെ പുള്ളിക്ക് റിയാദിൽ നിന്ന് വരാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ജിദ്ദയിൽ വന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെത്തിയത് നമ്മളെ പരിചയപ്പെട്ടതിന് ശേഷം പുള്ളി ഇതുവരെയും ജീവിച്ചതൊന്നും ഒരു ലൈഫേ അല്ല എന്നുള്ളത് തോന്നലാണ്. വളരെ മനോഹരമായൊരു എന്താ പറയുക, ഇവിടെ ആംബിയൻസ് ആണ്. ഇവിടെ വളരെ ഫ്രണ്ട്ലി ആയ പീപ്പിളും എസ്പെഷ്യലി JCCൻ്റെ ടീമംഗങ്ങളെന്നുള്ള വെരി ഫ്രണ്ട്ലി ആണ്. ഓക്കെ, വളരെ മനോഹരമായ ഗ്രൗണ്ടുകളും എല്ലാം വളരെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീങ്ങുന്നുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ കൂടാതെ മിസ്റ്റർ ലുലുബായിയുടെ ഈ നേതൃത്വത്തിലുള്ള ഈ JCC ടീം വളരെ ഫാന്റാസ്റ്റിക്കായി എല്ലാ സീസണിലും ഒരുപാട് കപ്പുകളൊക്കെ നേടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഓൾ ഔട്ട് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവസാന 2 പേരുകൾ ബാക്കി നിൽക്കുന്നു. ആദ്യ ഇന്നിംഗ്സിന്റെ മനോഹരമായ ബാറ്റിംഗിലും
നമ്മളെ കുറച്ച് ഫീലിംഗ്സ് മാത്രമേ ബാക്കിയൊക്കെ ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. ആരും ദയവ് ചെയ്തിട്ട് അലക്ഷ്യമായിട്ട് ഓടുക, പ്ലീസ് ഒന്ന് പുറത്തിറങ്ങുക. 2 കാര്യം ചെയ്ത് 13 ഓവർ 117 അവർക്ക് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ബോളിംഗ് ഷോട്ട് അവർ ഒരു 5-6 ഓവർ, അതായത് 4 ഓവർ മാക്സിമം സ്ട്രോങ് തരാൻ സാധിക്കും. 5 ഓവർ ആ ഓവറുകൾ മാക്സിമം റൊട്ടേറ്റ് ചെയ്യുക, നന്നായിട്ട് കളിക്കുക, ക്രീസിൽ നിൽക്കുക. വളരെ 117 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിക്കറ്റ് പോകാതെ അവിടെ നിന്ന് വളരെ വേഗത്തിൽ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാൻ അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസിംഗ് സ്റ്റാറിന്റെ മാനേജർ, റൈസിംഗ് സ്റ്റാറിന്റെ എല്ലാമായ നമ്മുടെ ഷിബു കുമ്പുഴ ഫൈനലിന്റെ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കാൻ ഏറ്റവും അർഹന ഷിബു കുമ്പുഴ. പ്ലീസ്. അത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെഫാനെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സെഫാൻ തങ്ങൾ പ്ലീസ്. നല്ലൊരു തീരുമാനം. Lulu Zaini, please. Lulu Zaini, please. You are not a cameraman today. I'll go from Mumbai 1. Lulu Zaini, Faiz, Ahad, Ali Usman. Please come on the stage. One by one. Faiz, Ahad. 1 minute. Stay. ഇത് കൊടുക്കാൻ നമുക്ക് ഏറ്റവും അർഹനായിട്ടുള്ള നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ കൺവീനർ, നമ്മുടെ ഗസ്റ്റ് ഇന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ് ടൈമിങ്ങിന്റെ കാരണം അവർ പോയതാണ്. 2 ഗസ്റ്റുകൾ ഇവിടുന്ന് പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സായാഹ്നത്തെ ഈ ഒരു ട്രോഫി ഈ ഒരു വിന്നേഴ്സിനെ, സീസൺ 8ന്റെ വിന്നേഴ്സിനെ കൊടുക്കാൻ നമ്മുടെ കൺവീനർ ഫായിസിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഫായിസ് നല്ലൊരു കൈ കൊടുത്തേ. 1 by 1 പ്ലീസ്. ലുലു സായിനി, ഷാനവാസ്, രഞ്ജിത്ത്, അഹദ്, ഉസ്മാൻ, സയ്യദ്, മിർസ, ഫാഹിസ്, ന്യൂമാൻ, സിറാജ് ഭുയ്യാപ്ല, അൻവർ, അസ്ലം, and Mr. Cricket, Arshad, Jazim, and Shabir, and one and only Arikom Bansulfi. Bye. ये वीडियो नंबर ओके. കപ്പ് എന്തായാലും വാങ്ങിയിട്ടെന്ന് ബാക്കിയുള്ളൂ. കപ്പ് ഞാൻ തന്നെ വാങ്ങും. എനിക്ക് മെഡലൊന്നും വേണ്ട. നമുക്ക് മെഡലൊന്നും വേണ്ട. നമുക്ക് കപ്പ് മതി. നമുക്ക് കപ്പ് മതി. മടല് വേണ്ട. നമുക്ക് കപ്പ് മതി. ടീമിലെ ആൾക്കാർ ചെല്ലി. ടീമിലെ ആൾക്കാരെ കണ്ടില്ലേ? വാങ്ങിക്കോളി. എല്ലാവർക്കും ഉണ്ട്. എന്നാ ഞാനും ആയിക്കോട്ടെ. എന്നാ ഒന്ന് ഞമ്മക്കോട്ടെ. എന്നാ പിന്നെ ഞമ്മക്കോട്ടെ ആയിക്കോട്ടെ. ഒന്ന് കിട്ടിക്കണേ. ആ ട്രോഫി എടുത്താണേ. ആ ട്രോഫി കൊണ്ട് മാറിട്ടോ. कैप्टन ऐसा नहीं इधर आओ. हाँ पोटी
ചാമ്പ്യൻസ് ചാമ്പ്യൻസ് കപ്പടക്ക് ഒരു ഫോട്ടോ എടുത്തോ ആ ഫോട്ടോ എടുത്തോ നല്ല കുടി കുറച്ച് വെള്ളം കിട്ടിയപ്പോ തന്നെ കുടിക്കായിരുന്നു ഓക്കെ പാട് സിറാജേ കമോൺ ആ രണ്ടുപേരി പാട്ട് പാട് സിറാജേ ആ രണ്ടുപേരി പാട്ടൊന്ന് പാടൂ പാടൂന്നേ റെഡി 1 2 3 പിരിച്ചൊരു പെണ്ണാളെ എന്റെ പെണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളെ പെണ്ണാളെ എന്റെ കരളിൽ മുഹബത്തിനൊരുപ്പിച്ച പെണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളെ കൊണ്ട് കവിതകൾ കൊമിക്കും അതുകൊണ്ട് മനസ്സാകെ പല പല പദക്കും കരിതിരിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം പെണ്ണെ അടിവെച്ച് തുടങ്ങി അരികിൽ അടുക്കുമ്പോൾ ബാക്കി ഒരു ലൈനോട് ബാക്കിയുണ്ട് വെയിറ്റ് നല്ലത് പോരിട്ടാ അങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ശുക്രിയ രണ്ടുണ്ട് ഡോണ്ട് വെറി ഫുഡ് വേണ്ടി വരും ഫുഡില്ലാത്തവരല്ല ഫുഡ് ഉണ്ട് ഡോണ്ട് വെറി കുറച്ചാണ് നിൽക്കേ ഇരിക്കൊന്നെടുത്ത ചേട്ടാ ഞാനേ എനിക്ക് വിശക്കുണ്ട് പറ്റൂല മതിയടോ എന്താ പരിപാടി എത്ര നേരമായി 1 2 3 ഡഗ്ഔട്ട്സിനടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് ആയിക്കോട്ടെ വേണം നെക്സ്റ്റ് തരില്ലട്ടോ ഇതൊന്നും എടുത്തല്ല പോർന്ന് കടക്ക് പുറത്ത് വീഡിയോ ഓൺ കറോ
നെയ് ബന്ദ് കറോ നെയ് ബന്ദ് കറോ എല്ലാം എടുക്കും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഓ എടുത്തല്ലേ മാറി ഇതാ മറ്റേ എങ്ങനെ ഇറക്കണ വരി നീ എടുക്കാണ് പോടുന്ന് ഓർത്തോട്ടെ ഞാൻ എടുക്കാണ്ട് ഇവിടെ നീ എടുത്തോ നിന്റെ ഇതൊക്കെ മാറ്റി ഇത് കഴിഞ്ഞില്ല ഈ പരിപാടി ഞാനവിടെ കൊടുക്കും പോയി മേടിച്ചോ വെറുതെ കിട്ടിയ സ്വർണ്ണപ്പതക്കല്ലേ പോയി മേടിക്ക് പോ കഴിഞ്ഞിട്ടോ എനിക്ക് ആ കഴിഞ്ഞിട്ട് ഞാനാട്ടോ അസ്ലാം അവിടെ അസ്ലാം എന്തോന്നടേ കഴിഞ്ഞോ എന്നാ നിനക്ക് എന്താണ് ഓക്കെയാണോ ഓക്കെ എന്നാ സഫാൻ ഞാൻ ആർക്കാ കൊടുത്തോളേ പോട്ടെ റാവോ ഭായ് എന്താണ് എന്താണ് രണ്ടെണ്ണം കിട്ടിയത്